സ്വന്തം കുടുംബം തകർന്ന് തൊപ്പിപോയൊരു പോലീസുകാരന് കള്ളക്കടത്തുകാരന്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നറിയാം. ചരിത്രത്തിന്റെ തങ്കത്താളുകൾ പോയിട്ട് കൂറക്കടലാസിലടിച്ച ടിപ്പണിയിൽ പോലും പേര് വരാത്ത ഒരു കൂട്ടം നിസ്വാർത്ഥ സേവകരുടെ പിൻതലമുറയാണ് ഞാനടക്കമുള്ള ഇന്നത്തെ ചന്തക്കാടുവാസികൾ. പകരമൊന്നും ഉടുക്കാനില്ലാത്ത ഉടുതുണികൾ അവർ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമര തീച്ചൂടയിലേക്ക് എറിഞ്ഞു. യർവാദ അടക്കമുള്ള ജയിലുകളിൽ ഗാന്ധിജിയോടൊപ്പം തടവ് ശിക്ഷ അനുഭവിച്ചു. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അനുഗമിച്ചു. പക്ഷേ അതേക്കുറിച്ച് ലണ്ടൻ ടൈംസിൽ വന്ന വാർത്താ ചിത്രങ്ങളിലൊന്നും അവരുടെ മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗാന്ധിസം അവർക്കൊരു ജീവിതചര്യയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം, പവർ പൊളിറ്റിക്സിന്റെ ലൈം ലൈറ്റിലേക്കൊന്നും വരാതിരുന്ന അവര് ഈ നഗരത്തിന് പുറത്ത് ഒരു മാതൃകാ ഗ്രാമം ഉണ്ടാക്കി. രാഷ്ട്രപിതാവ് വിഭാവനം ചെയ്ത ഒരു സെൽഫ് സഫിഷ്യന്റ് ഗ്രാമപഞ്ചായത്ത്. മദ്യത്തിനും ഹിംസയ്ക്കും ചൂഷണത്തിനും ഒന്നും സ്ഥാനമില്ലാതിരുന്ന ആ ഗ്രാമത്തിലാണ് പാവപ്പെട്ട ഒരു ഹിന്ദി വാദ്യാരായ കുമാരൻ മാസ്റ്ററുടെ മകനായി ഞാൻ ജനിച്ചത്. ആ വീടിന്നില്ല, ആ ഗ്രാമമില്ല. പകരം ഇന്നൊരു കൂറ്റൻ ഫാക്ടറിയാണ് അവിടെ. കാറ്റൊന്ന് മാറി വീശിയാൽ 50% ഷെയർ ചന്ദ്രദാസിന് അവകാശപ്പെട്ടതാണ്. കേളൂർ റൈറ്ററുടെ ലക്ഷ്മി മിൽസ്. അദൃശ്യനായ മറ്റൊരു പാർട്ണർ കൂടിയുണ്ട് ആ സ്ഥാപനത്തിന്, മുഖ്യമന്ത്രി CKR. വനനശീകരണത്തിന്റെ പേര് പറഞ്ഞ് നെഹ്റുവിന്റെ വ്യവസായ നയത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അധികാരത്തിന്റെ അടുത്തെവിടെയുണ്ടായിരുന്ന CKR-ഉം പുത്തൻ പണക്കാരൻ കേളൂർ റൈറ്ററും കൂടി ആ ഗ്രാമവാസികളെ തന്ത്രപൂർവ്വം കുടിയിറക്കി. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കരുതല്ലോ, അവരെതിർപ്പൊന്നും പറയാതെ ഇറങ്ങി. പകരം കിട്ടിയതാണ് ഇന്ന് ചന്തക്കാടെന്ന് വിളിക്കുന്ന ഇട്ടാവട്ടത്തിലുള്ള ചതുപ്പ് നിലം. പേരറ്റു, ജീവിതമാർഗങ്ങൾ അടഞ്ഞു. ഫാക്ടറിയിൽ വാഗ്ദാനം ചെയ്ത തൊഴിൽ കിട്ടിയില്ല. 10,000-ഓളം മനുഷ്യരെങ്ങനെ ജീവിക്കും? അന്ന് മുറയിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കണം ആരും ക്രിമിനൽസ് ആയില്ല. മുണ്ട് മുറുക്കിയെടുത്ത് അങ്ങ് ജീവിച്ചു. ഒരിത്തിരി മണ്ണിന് വേണ്ടി അച്ഛൻ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ നുണ പറഞ്ഞവരെ അച്ഛനെ പറ്റിച്ചു. ചുരുക്കി പറയാം, ഇലക്ഷൻ അടുത്തു. നഗരത്തിലാകെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ കാറ്റാഞ്ഞു വീശി. CKR തോൽക്കുമെന്ന് ഉറപ്പ്.